ഹായ്. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോർമേഷൻ, വെർബ് ഫോർമേഷൻ, അതുപോലെ തന്നെ യൂസേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4ഓളം യൂസേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ വെർബ് രൂപീകരണം, അതുപോലെ തന്നെ അതിൻ്റെ യൂസേജസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഏത് ടെൻസാണെന്ന് ചോദിച്ചാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ലൈവായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ പ്രോഗ്രസീവ് ആകുന്ന ഒരു ആക്ഷൻ, കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ആക്ഷൻ, അതുകൊണ്ടാണ് അതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത് തുടർച്ചാ വർത്തമാനകാലം. വർത്തമാനകാലത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ക്രിയയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ ഫോർമേഷൻ, റൈറ്റിംഗ് ഫോർമേഷൻ അല്ലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഈസ്, ആം, ആർ എന്നീ ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും ഒന്ന്, അത് സബ്ജക്റ്റ് അനുസരിച്ച് ഈസ് വരും, ആറ് വരും, ആം വരും. പിന്നെ വെർബിൻ്റെ നോൺ ഫൈനൈറ്റ് രൂപമായ ING ഫോം, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ വിളിക്കുന്നത്, അതിൻ്റെ ഗ്രാമർ നെയിം ഏതാണെന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിളുള്ള നോൺ ഫൈനൈറ്റ് വേർബും അതുപോലെ തന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് എന്നീ ഓക്സിലറി വെർബുകളും ചേർന്നിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ക്രിയ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിലൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്ഷനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ TV കാണുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണത്. ഈ പറയുന്ന ആൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈ സബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ING ഫോമിലുള്ള വെർബ് എന്ന് പറയുന്നതാണ് അതിൽ ഫൈനൈറ്റ്, നോൺ ഫൈനൈറ്റ് വെർബ്. അതിൻ്റെ കൂടെ ഒരു ഈസോ ആമോ ആറോ വരണം. ആയതുകൊണ്ട് ഐക്ക് വേണ്ടി മാത്രമാണ് ആം. ഐ ആം വാച്ചിങ്, അപ്പോൾ ING ഫോം വന്നു. ആം വാച്ചിങ് TV, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ TV കാണുകയാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്ഷൻ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് എന്ന് പറയുന്നത് മഴ എന്ന നൗണിന് പകരം നിൽക്കുന്ന പ്രൊനൗണാണ്. അപ്പോൾ ഇറ്റ്, മഴക്ക് പകരമാണ് ഇറ്റ് വന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെയിൻ ഈസ് റെയിനിങ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അഭംഗി കുറക്കേണ്ടിയിട്ടാണ് റെയിൻ എന്ന നൗണിന് പകരം അതിൻ്റെ പ്രൊനൗൺ വെക്കുന്നത്. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന മഴ പെയ്യുകയാണ് എന്ന്, അല്ലെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വെർബ് ഈസ് റെയിനിങ്. അപ്പോൾ റെയിൻ ഈസ് റെയിനിങ് എന്ന് പറയുന്നതിന് മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുകയാണ്, മഴ എന്ന നൗണിന് മുമ്പിൽ നമ്മൾ നൗണിന് പകരം ഇറ്റ് എന്ന പ്രൊനൗൺ വെക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് നൗ, മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്നുള്ളതാണ് അതിൽ സബ്ജക്റ്റ്. അത് ഒരു ഫ്ലൂറൽ സബ്ജക്റ്റാണ്, ബഹുവചന സബ്ജക്റ്റാണ്. അപ്പോൾ അവർ എന്ന് പറയുന്നത് ദേ ആണ്. ആ ദേ എന്ന വെർബിൻ്റെ സബ്ജക്റ്റിൻ്റെ കൂടെ ആറ് എന്ന ഓക്സിലറി വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെർബുകൾ ഇങ്ങനെയാണ് രൂപീകരിക്കുന്നത്. അതായത് നോൺ ഫൈനൈറ്റായ ING ഫോം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഐ റൈറ്റിംഗ് സ്റ്റോറി, ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് തെറ്റാണ്. ഒരിക്കലും ING ഫോമുകൾ തനിച്ചെടുക്കാൻ കഴിയില്ല. അത് വെർബല്ല, അത് നോൺ ഫൈനൈറ്റുകളാണ്. അപ്പോൾ ING ഫോമിലുള്ള നോൺ ഫൈനൈറ്റ് ക്രിയയുടെ കൂടെ ഈസ്, ആം, ആർ എന്നീ മെയിൻ ഓക്സിലറീസുകൾ ചേർന്നിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ക്രിയ ഉണ്ടാകുന്നത്. ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. ഐ ആം, അപ്പോൾ ഐ ആയതുകൊണ്ടാണ് ആം. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ നിങ്ങളെ കൺമുന്നിൽ ഒരു കുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എന്താ പറയും, കുട്ടി ചൈൽഡ് ഈസ് ക്രൈം. അവിടെ കുറച്ച് നായ്ക്കൾ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോഗ്സ് ആർ ബാർക്കിംഗ്, ഡോഗ്സ് ആർ ബാർക്കിംഗ്.
ഇത്തരത്തിലുള്ള നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ലൈവായി നടക്കുന്ന ക്രിയകളെ കാണിക്കാനാണ്, പ്രവർത്തികളെ കാണിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ ഉപയോഗിക്കുന്നത്. ഒരു യൂസേജ് അവിടെയാണ്.